ഇല്ല, അവൻ കഴിക്കാറില്ല. ഡേവി രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ആ, ഒരു കണക്കിന് അതാ നല്ലത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും തുടങ്ങി വെക്കാതിരിക്കുന്നതാ നല്ലത്. മാത്രമല്ല അവൻ കൊച്ചുകുട്ടിയല്ലേ. രുദ്രൻ അവരെ എല്ലാവരെയും നോക്കി മറുപടി പറഞ്ഞു. വന്നിരിക്കുന്ന എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റല്ലേ. അപ്പോൾ താൻ മറ്റേയാളെ ആയിരിക്കും നോട്ടോട്ട് വെച്ചിരിക്കുന്നല്ലേ? രുദ്രൻ സോബിയോട് വൈശുവിനെ പറ്റി ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൻ പുഞ്ചിരിച്ചു. ഞങ്ങളുടെ അറിവിൽ അവൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി മനസ്സിലെവിടെയെങ്കിലും ഉണ്ടോയെന്നും അറിയില്ല. ജോൺ സോബിയെ കളിയാക്കി. ഇവൻ അണ്ടർഗ്രൗണ്ടിൽ കൂടി ലൈൻ വലിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കെല്ലാവർക്കും സംശയമുണ്ട്. പക്ഷെ സംശയാസ്പദമായി ഇതുവരെ ഞങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല. ഡേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിന് സോബി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു. അപ്പോൾ വിനു, പുള്ളിക്ക് മാത്രം പെണ്ണെന്ന് സെറ്റായില്ല അല്ലേ? വിനു നിങ്ങളുടെ ഫ്രണ്ടാണോ? നിങ്ങളെല്ലാവരും ഒരേ പ്രായമാണെന്ന് തോന്നുന്നു. പക്ഷേ വിനുവിന് അത്രയും പ്രായം ഇല്ലാത്തതുപോലെ. രുദ്രൻ അവരെ നോക്കി സംശയത്തോടെ ചോദിച്ചു. വിനു എൻ്റെ കസിനാ. അവനും അവൻ്റെ മമ്മിയും പപ്പയൊക്കെ അമേരിക്കയിലാണ്. വെക്കേഷൻ ആയതുകൊണ്ട് ചുമ്മാ ഞങ്ങളെയൊക്കെ കാണാൻ ഇറങ്ങിയതാ. ഡെന്നിയാണ് മറുപടി നൽകിയത്. ആ പയ്യൻ എന്തോ നല്ല വിഷമമുള്ളതുപോലെ തോന്നുന്നു. മുഖത്താകെ ഒരു സങ്കടം പോലെ. രുദ്രൻ വീണ്ടും അവൻ്റെ മനസ്സിലുള്ള സംശയം അവരോട് ചോദിച്ചു. അത് കേട്ട് അവർ പരസ്പരം ഒന്ന് നോക്കിയതല്ലാതെ ആരും ഒന്നും മറുപടി പറഞ്ഞില്ല. അവർ പിന്നെയും ഓരോന്ന് സംസാരിച്ചു കൊണ്ട് കൂടി. കൂടുതലും ഡെന്നിയുടെയും ശ്രീയുടെയും പ്രണയവും വിവാഹവും ഒക്കെയായിരുന്നു അവരുടെ ടോപ്പിക്ക്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ശ്രീ ഡെന്നിയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അവൻ അവരോട് പറഞ്ഞതിന് ശേഷം കുറച്ചങ്ങോട്ട് മാറി നിന്നു. എന്താ എൻ്റെ ഭദ്രക്കുട്ടി? അവൻ സ്നേഹത്തോടെ അവളെ വിളിച്ചു. ഓ, സ്നേഹം അങ്ങ് ഒലിക്കുകയാണല്ലോ. അവൻ്റെ സംസാരം കേട്ടത് അവൾ കപടദേഷ്യത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും ഭദ്രക്കുട്ടീൻ്റെ ജീവനല്ലേ? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ഉവ്വ് ഉവ്വ്, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം മിച്ചാന് ഭയങ്കര സ്നേഹമായിരിക്കും. അവളും തിരിച്ച് അവനെ കളിയാക്കി. ആ സമയത്ത് പിന്നെ സ്നേഹിക്കാതെ ദേഷ്യപ്പെട്ട കാര്യം നടക്കുമോ പെണ്ണെ? അവൻ കുസൃതി ചിരിയോടെ വീണ്ടും ചോദിച്ചു. ഉവ്വ് ഉവ്വ്, അവിടെ നിന്ന് ഡയലോഗ് അടിക്കാതെ കഴിക്കാൻ വന്നേ. ഇന്ന് കൂടിയതൊക്കെ മതി, ഭദ്ര അവനോട് പറഞ്ഞു. ശരി മോളെ, അവനും ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞതും അവൾ ഒരു പുഞ്ചിരിയോടുകൂടി ഫോൺ വെച്ചു. എല്ലാം ഫിറ്റായെന്ന് തോന്നുന്നു അല്ലേ ചേച്ചി? ഫോൺ വെച്ചതിന് ശേഷം ഡോണ ചിരിയോടെ അവളോട് ചോദിച്ചു. ആ സ്നേഹത്തോടെയുള്ള വർത്താനം കേൾക്കുമ്പോൾ തന്നെ എനിക്കറിയാലോ. ശ്രീ ചിരിയോടെ പറഞ്ഞതും പെൺപിള്ളേരെല്ലാം പുഞ്ചിരിച്ചു. അവൾ വിളിച്ചതുകൊണ്ട് തന്നെ ആൺപിള്ളേരെല്ലാം കഴിക്കുന്നത് മതിയാക്കി. ബാക്കിയുള്ളത് നാളത്തേക്ക് വെച്ചതിന് ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് രുദ്രൻ്റെ വീട്ടിലേക്ക് നടന്നു. അയ്യോ, വിനുവിനെ വിളിച്ചില്ല. ജോ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. ഞാൻ പോയിട്ട് വരാം. ഡേവി അവരെ നോക്കി പറഞ്ഞതും അവർ തലയാട്ടി. അവരെല്ലാവരും രുദ്രൻ്റെ വീട്ടിലേക്ക് പോയതും ഡേവി വിനുവിനെ അന്വേഷിച്ച് തിരികെ തറവാട്ടിലേക്ക് ചെന്നു. അവൻ ചെന്നപ്പോൾ വിനു കട്ടിലിൽ കിടക്കുകയായിരുന്നു. വിനു, ദേവി അവനെ തട്ടി വിളിച്ചതും അവൻ പതിയെ കണ്ണുകൾ തുറന്നു നോക്കി. കഴിക്കാൻ വാ. എനിക്ക് വിശപ്പില്ല ചാച്ച, നിങ്ങൾ കഴിച്ചോ? അവൻ ഡേവിയെ നോക്കി പറഞ്ഞു. വിനു, ഡേവി അവനെ വീണ്ടും വിളിച്ചു. ചാച്ച, എനിക്ക് ഇപ്പോഴാ ചാച്ചൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലായത്. വിനു വാടിയ പുഞ്ചിരിയോടുകൂടി ഡേവിയുടെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വിനു, ചിലത് നമുക്ക് കിട്ടണമെങ്കിൽ വിധിയുണ്ടാകും. പക്ഷെ ചിലത് അത് നമ്മൾ മറ്റു ചിലർക്ക് വേണ്ടി വിട്ടുകൊടുക്കേണ്ടി വരും. ജീവിതം അങ്ങനെയാ വിനു. ഡേവി അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. നിനക്ക് അവൾ ഹാപ്പി ആയിട്ടിരിക്കുന്നതല്ലേ ഇഷ്ടം? അവൻ സംശയത്തോട് ചോദിച്ചതും വിനു ആണെന്നുള്ള രീതിയിൽ അവനെ നോക്കി തലയാട്ടി. നീ ഇപ്പോൾ വിഷമിച്ചിരുന്ന അവൾക്കത് നല്ലതുപോലെ തന്നെ മനസ്സിലാകും. ഒന്നും വേണ്ട. രുദ്രൻ തന്നെ ചോദിച്ചു. നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോയെന്ന്. അപ്പോൾ പിന്നെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന അവൾക്കത് നന്നായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അപ്പോൾ നീ അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നതൊക്കെ കള്ളത്തരമാണെന്ന് അവളും കരുതും. അതുകൊണ്ട് നീ ഞങ്ങളോടൊപ്പം വന്നേ. മറക്കാൻ കഴിയില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ കുറച്ചൊക്കെ നമ്മൾ മനസ്സിൽ ഒതുക്കണം. ഡേവി അവനെ നോക്കി പറഞ്ഞു. എനിക്ക് മനസ്സിലായി ചാച്ച. വിനു അവനെ നോക്കി മറുപടി പറഞ്ഞു. ചാച്ച, നേഹാച്ചിയോട് സംസാരിക്കണം ഉടനെ തന്നെ. അവൻ പറഞ്ഞതും ഡേവി എന്തോ ആലോചിച്ചതുപോലെ തലയാട്ടി. എല്ലാവരും കഴിക്കാൻ വേണ്ടി ഡൈനിങ് ഹാളിലും മറ്റുമായിട്ടിരുന്നു. അല്ല വിനു, നിനക്ക് ആരോടും ഇതുവരെ ഇഷ്ടം തോന്നിയിട്ടില്ലേ? അല്ല, കോളേജിലൊക്കെ ആകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുമല്ലോ. ഞങ്ങളാ പ്രായം കഴിഞ്ഞാൽ വന്നത്, അതുകൊണ്ടാണ് ചോദിച്ചേ. രുദ്രൻ അവനെ നോക്കി പെട്ടെന്ന് ചോദിച്ചതും വിനു ഒന്ന് പുഞ്ചിരിച്ചു. അമേരിക്ക വല്ല മദാമ പിള്ളേരൊക്കെ കാണും. അവരൊക്കെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാ നാട്ടിലുള്ളവർ അല്ലേ? രുദ്രൻ വീണ്ടും അവനെ നോക്കി ചോദിച്ചു. അത് കേട്ടതും വിനു അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൻ നാട്ടിലുള്ളൊരു പെൺകുട്ടിയെ സ്നേഹിച്ചതാ. സോബി പെട്ടെന്ന് എല്ലാവരെയും നോക്കി പറഞ്ഞത് പിള്ളേരെല്ലാവരും അവൻ്റെ മുഖത്തേക്ക് ഒന്നിച്ചു നോക്കി. മദ്യം കുറിച്ച് അകത്തി എന്നപ്പോഴേക്ക് സോബി പരിധി വിട്ടിരുന്നു. ഇങ്ങർക്ക് തലയ്ക്ക് പിടിച്ചു തുടങ്ങിയെന്നാ തോന്നുന്നേ. വൈശു പതിയെ തൻ്റെ അടുത്തിരിക്കുന്ന നേഹയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അല്ലെങ്കിലും അതങ്ങനെയാന്ന് എല്ലാവർക്കും മനസ്സിലായായിരുന്നു. ബാക്കി എല്ലാവരുടെയും കൂടെയും പെൺകുട്ടികൾ നിയന്ത്രിക്കാനുള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും പരിധി വിടാതെ തന്നെയാണ് കഴിച്ചത്. പക്ഷെ സോബി അവസരം കിട്ടിയതുപോലെ കുറച്ച് അധികത്തിൽ കഴിച്ചു. അതുകൊണ്ട് തന്നെ എന്ത് പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. എടാ സോബി, മിണ്ടാതിരിക്കുക. അടുത്തിരുന്ന ജോൺ അവനോട് പതിയെ പറഞ്ഞപ്പോഴാണ് അവന് കാര്യങ്ങൾ മനസ്സിലായത്.
അവൻ പിന്നെ മിണ്ടാതിരുന്നു. ഇവരൊക്കെ എന്താ പറഞ്ഞത്? നമ്മൾ പെൺപിള്ളേരൊക്കെ മണ്ടത്തരം വിളിച്ച് കൂവുമെന്ന് അല്ലേ? എന്നിട്ടിപ്പോൾ ഇവർ ചെയ്തത് എന്താ? വൈശു പതിയെ വൈകിയോട് പറഞ്ഞു. അത് ശരിയാ, അല്ലെങ്കിലും എപ്പോഴും നമുക്ക് മാത്രമാ കുറ്റം. അവരെന്തെങ്കിലും ചെയ്താൽ അത് അബദ്ധത്തിൽ ചെയ്തു പോയതും ഇപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ അവരെന്താ പറയുന്നത്? ഇച്ചിരി വെള്ളം അകത്ത് പോയപ്പോൾ അറിയാതെ വായിന്ന് വീണു പോയതാന്ന്. വൈകി അത് ഏറ്റുപിടിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, വിനു നാട്ടിലുള്ള പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നോ? പിന്നെ അതെന്താ വേണ്ടെന്ന് വെച്ചത്? ആ കുട്ടിയുടെ വീട്ടിൽ സമ്മതിച്ചില്ലേ? രുദ്രൻ സംശയത്തോടെ അവനോട് ചോദിച്ചു. ഏയ്, അങ്ങനെയൊന്നും അല്ല ചേട്ടാ, അങ്ങനെ സ്നേഹിച്ചതൊന്നും അല്ല ഞാൻ. അത് വെറൊരു അട്രാക്ഷൻ മാത്രമായിരുന്നു. പ്രേമത്തിലേക്കൊന്നും പോയിട്ടില്ല. പ്രേമിച്ചിരുന്നെങ്കിൽ ഞാൻ അവളെ വിട്ടുകളയില്ലായിരുന്നു. അവനത് പറയുമ്പോൾ മുഴുവൻ അവൻ്റെ കണ്ണുകൾ അച്ചുവിലായിരുന്നു. അവൻ പറയുന്നത് കള്ളത്തരമാണെന്ന് അവിടെ ഇരിക്കുന്ന രുദ്രനും അമ്മയ്ക്കും അച്ചുവിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരുന്നു. അട്രാക്ഷനും ഇൻഫാക്ച്വേഷനും ഒന്നും പ്രേമത്തിലേക്ക് പോകാതിരിക്കുന്ന അല്ലേല്ലെങ്കിൽ നല്ലത്. നമുക്ക് ചേരുന്ന പെൺകുട്ടിയെ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകും. അത് മാത്രമാണ് പ്രണയം എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം പ്രായത്തിൻ്റെ ഒരു ചാഞ്ചാട്ടം മാത്രമാണ്. രുദ്രൻ അവനെ നോക്കി പറഞ്ഞതും അവനത് ശരിയാണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. അല്ലെങ്കിലും ഇപ്പോൾ വിനുവിന് അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. പ്രേമിക്കാനും വിവാഹം കഴിക്കാനും ഒക്കെ ഇനിയും ഒരുപാട് സമയങ്ങൾ കിടപ്പുണ്ട്. പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ നോക്ക്. രുദ്രൻ വീണ്ടും അവനെ നോക്കി പറഞ്ഞു. അതിനവനൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിരുന്നു. എല്ലാവരും പല വഴിക്ക് തിരിഞ്ഞു. ശോഭിച്ച അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും പുറകിൽ നിന്ന് അവളുടെ ശബ്ദം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. നിങ്ങളൊന്ന് അവിടെ നിന്നേ, അവൾ കപടദേഷ്യത്തോടെ അവനോട് പറഞ്ഞതും അവൻ സംശയത്താൽ അവളുടെ മുഖത്തേക്ക് നോക്കി. രാവിലെ എന്തൊക്കെയോ വാചകം അടിക്കുന്നത് കേട്ടല്ലോ. പെൺപിള്ളേര് മണ്ടികളാണെന്നും അവസരത്തിനൊത്ത് പെരുമാറാൻ അറിയില്ലെന്നും പൊട്ടവായിൽ ഓരോന്ന് വിളിച്ചു പറയുന്നൊക്കെ അങ്ങനെ എന്തൊക്കെയോ ഘോര ഘോര പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ. അവൾക്ക് അവിടെ ദേഷ്യത്തോടെ ഇളിയിൽ കൈകുത്തി നിന്നുകൊണ്ട് അവനോട് ചോദിച്ചു. നീ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൻ തിരികെ അവളോട് ചോദിച്ചു. മനസ്സിലാവില്ല? നിങ്ങൾക്ക് നിങ്ങളുടെ തെറ്റ് ഒരിക്കലും മനസ്സിലാവില്ല. കുറച്ചു മുമ്പേ രുദ്രൻ ചേട്ടൻ ചോദിച്ചപ്പോൾ നിങ്ങൾ വിനു അച്ചുവും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി പറയാൻ വന്നതല്ലേ? ജോൺ ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേ നിങ്ങൾ വായും പൂട്ടി മിണ്ടാതിരുന്നത്? ഇല്ലെങ്കിൽ ഇപ്പം എന്ത് സംഭവിക്കുമായിരുന്നു? എല്ലാ കാര്യങ്ങളും രുദ്രൻ ചേട്ടൻ അറിഞ്ഞേനെ. ഇവിടേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേനെ. അച്ചുവിൽ സംശയം ഉണ്ടായേനെ. അതെങ്ങനെയാ? വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം. നിങ്ങളുടെ കൂടെ കൂടിയല്ലേ എല്ലാവരും അടിച്ചത്. എന്നിട്ട് അവർക്കൊന്നും ഈ അബദ്ധം പറ്റിയില്ലല്ലോ. അപ്പോൾ അവരെക്കാൾ കൂടുതൽ നിങ്ങൾ കഴിച്ചതുകൊണ്ടല്ലേ ഫിറ്റായി പോയത്. അവൾ തിരുതുരെ അവനൊന്ന് പറയാൻ അവസരം പോലും നൽകാതെ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഞാനൊന്ന് അവനെന്തോ പറയാൻ തുടങ്ങിയതും അവൾ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു. നിങ്ങൾ ഇനി മിണ്ടണ്ട. എല്ലാ മണ്ടത്തരവും കാണിച്ചു വെച്ചിട്ട് ഇപ്പോൾ ഡയലോഗ് അടിക്കാൻ വരരുത്. ഇനി മേൽ ആ പെൺപിള്ളേരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. മനസ്സിലായോ പറഞ്ഞത്? അവൾ കപടദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. ഓവ്. അവൻ തല താഴ്ത്തി അവളോട് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. അവൾ വലിയ ആളിനെ പോലെ അവിടെ നിന്നും പോകാൻ തുടങ്ങി. പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. പോയ പോലെ തന്നെ വന്നവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് എവിടേക്കാ ഓടിപ്പോന്നത്? അവൻ കുസൃതി ചിരിയോടെ അവളോട് ചോദിച്ചതും അവൻ്റെ കരങ്ങൾ ഇടുപ്പിൽ കൂടി അവളെ വലയം ചെയ്യുന്നതറിഞ്ഞ് അവളുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. അവൻ്റെ നോട്ടവും അവൻ്റെ ശ്വാസവും എല്ലാം അവളിൽ ഒരുതരം വെപ്രാളമുണ്ടാക്കി. ചെന്നിയിൽ നിന്നും വിയർപ്പൊലിച്ചു. ചുണ്ടുകൾ വിറച്ചു. ഇപ്പം എന്നെ വഴക്ക് പറയണ്ടേ? അവൻ കുസൃതി ചിരിയോടെ അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് മുഖമടുപ്പിച്ചു. അത് പിന്നെ അവൾ എന്ത് പറയണമെന്നറിയാതെ അവനെ നോക്കാതെ കണ്ണുകൾ മാറ്റി. എൻ്റെ മുഖത്തേക്ക് നോക്കി സംസാരിക്കും വൈശു. ഇത്രയും നേരം ഒരു കൈ അകലത്തിൽ എന്നോട് ദേഷ്യപ്പെടാനും വഴക്കു പറയാനും ഒക്കെ പറ്റുമായിരുന്നല്ലോ നിനക്ക്. ഇപ്പം എൻ്റെ അടുത്ത് ഒരു നൂഴില പോലും വ്യത്യാസമില്ലാതെ നിൽക്കുന്നത് കൊണ്ടാണോ ഈ ശരീരം ഇങ്ങനെ വിറയ്ക്കുന്നത്? അവൻ ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അത് ശോഭിച്ച അവരൊക്കെ എന്നെ തിരക്കും. അവൾ അപ്പോഴും അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയില്ല. നിന്നെ ഞാൻ കെട്ടിക്കോട്ടെ? പെട്ടെന്ന് അവൾ പോലും പ്രതീക്ഷിക്കാതെ അവൻ്റെ നാവിൽ നിന്നും കേട്ട ആ ചോദ്യം അവളുടെ നെഞ്ചിടിപ്പ് കൂട്ടി. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താ? കേട്ടത് സത്യമാണോന്നറിയാതെ അവൾ വീണ്ടും അവനോട് ചോദിച്ചു. ഞാൻ നിന്നെ കെട്ടിക്കോട്ടേന്ന്. തളിപ്പറമ്പിൽ ജോസഫിൻ്റെയും ഫിലോമിനയുടെയും രണ്ടാമത്തെ മകനായ സോബിൻ ജോസഫിനെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോന്ന് അവൻ വീണ്ടും ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. അപ്പോഴും അവൻ്റെ ചോദ്യം താൻ സ്വപ്നം കാണുകയാണോ എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ നിൽപ്പ്. അവളുടെ നിൽപ്പ് കണ്ട് ശരിക്കും അവന് ചിരി വന്നു. അവൻ അവളുടെ പിന്തലയിൽ ഒരു കൈ കൊണ്ട് പിടിച്ചു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ്റെ മുഖം അവളുടെ മുഖത്തിൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു. ഇരുവരുടെയും ചുണ്ടുകൾ തമ്മിലടുത്തു. അവളൊന്ന് കുതറി മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ബലത്തിന് മുൻപിൽ അവൾക്കതിന് പറ്റിയില്ല. അവനിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി അവൾ പതിയെ കണ്ണുകൾ അടച്ചു. ചുണ്ടിൻ്റെ അടുത്തേക്ക് അവൻ്റെ ചുണ്ടടുപ്പിച്ച അവൻ ഒരു ചിരിയോടെ അവളുടെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അവൾ കണ്ണുകൾ തുറന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയായിരുന്നു. അവളുടെ നെറ്റിയിൽ അവൻ്റെ നേർത്ത ചുണ്ടുകൾ പതിഞ്ഞതും എന്തിനോ അവളുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. എന്താടി പെണ്ണെ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചതും
അവൾ ഒന്നുമില്ല എന്ന് അവനെ നോക്കി തലയാട്ടിയതിനു ശേഷം അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. അവനും ഒരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. നേഹ അവൾ മുറിയിലേക്ക് പോകാൻ നിന്നതും പുറകിൽ നിന്നും അവൻ്റെ ശബ്ദം കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവളുടെ ഒപ്പം വൈകയും ഉണ്ടായിരുന്നു. ദേവി അവളെ വിളിക്കുന്നത് കേട്ടതും വൈക അവളോട് സംസാരിച്ചിട്ട് മുറിയിലേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് ഒരു ചിരിയോടെ മുറിയിലേക്ക് നടന്നു. ദേവി അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്ക് ഒന്ന് സംസാരിക്കണം, അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞതല്ലേ, പിന്നെ എന്തിനാ വീണ്ടും എന്നോട് സംസാരിക്കുന്നത്? അവളുടെ ചോദ്യം കേട്ട് അവന് ദേഷ്യം വന്നു. അവൻ ദേഷ്യത്തോടെ അവളുടെ കയ്യിൽ പിടിച്ച് അവളെ ഭിത്തിയോട് ചേർത്തു. അവൾ സംശയത്തോടെ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി.